+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന ഒന്നാമത്തെ പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ട് സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന 4 ഫങ്ഷൻസാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നെയിമിംഗ് ദ റേഞ്ച്, സെക്കൻഡ് എന്ന് പറയുന്ന സം ഫങ്ഷൻ, തേർഡ് സമ്മിഫ് ഫങ്ഷൻ, ഫോർത്ത് ലുക്കപ്പ് ഫങ്ഷൻ. അപ്പോൾ എന്താണ് നെയിമിംഗ് ദ റേഞ്ച് എന്ന് പറയാം? ഇപ്പം നമ്മൾ ഒരു സെല്ല് ക്ലിക്ക് ചെയ്താൽ അതിനെ നമ്മൾ സെല്ലെന്ന് പറയും. ഒരെണ്ണം മാത്രമാണെങ്കിൽ, അതായത് ഒരു കോളവും ഒരു റോയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പ്ലേസിനെയാണ് നമ്മളൊരു സെല്ലെന്ന് വിളിക്കുന്നത്. റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്തുള്ള കുറേ സെല്ലുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറയുന്നു. അത് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ, റോ വൈസോ കോളം വൈസോ റോയും കോളവും എല്ലാം കൂടെ കൂട്ടി എങ്ങനെയാണെങ്കിൽ. ഇനി ഈ റേഞ്ച് ഓഫ് സെൽസിന് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. m_salary എന്ന് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആ ഒരു പേരുപയോഗിച്ച് ഈ സാലറിയുടെ ടോട്ടൽ സം ഫങ്ഷൻ വെച്ച് കാണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സം ഫങ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ പേരില്ലാതെയും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ദ ടോട്ടൽ ഓഫ് മന്ത്ലി സാലറി ബൈ നെയിമിംഗ് ദ കൺസേൺഡ് റേഞ്ച് ആസ് m_salary. ആ ഒരു കൺസേൺഡ് റേഞ്ചിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് ആ പേര് വെച്ച് അതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആദ്യമേ എങ്ങനെയാണ് ഈ പേര് കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ റേഞ്ച് ഓഫ് സെൽസിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ഈ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ആ പേര് എവിടെയും കാണാൻ പറ്റത്തില്ല, പക്ഷേ ആ പേര് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ C2 മുതൽ C7 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഡാറ്റ എടുക്കുക, ഡിഫൈൻ റേഞ്ച് കൊടുക്കുക. ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള പേരുകളാണ് ഈ കാണുന്നത്, അതുകൊണ്ടാണ് പുതിയൊരു പേര് അവിടെ കൊടുത്തത്. m_salary എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ റേഞ്ച് ഓഫ് സെല്ല് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ആദ്യം സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഉള്ളത് ഓൾറെഡി സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യണമെന്നില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ ഇവിടെ ഇത്രയും എടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ കൊടുക്കുക. അപ്പോൾ m_salary എന്ന് അത്രയും സെൽസിന് പേര് വന്നു. ഇനി അടുത്ത നമ്മൾ ചെയ്യാനുള്ള എന്താണ്? സം എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിച്ച് ഇത്രയും സെല്ലുകളുടെ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സം എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കാൻ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സം ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഈസിക്കൽ ടു സം, നമുക്ക് ഒന്നുകിൽ ഇത്രയും റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ സെല്ലിൻ്റെ അഡ്രസ്സ് വരെ C2 മുതൽ C7 വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾക്ക് ഈസിക്കൽ ടു ഓരോ സെല്ലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ടോട്ടൽ ഓഫ് മന്ത്ലി സാലറി എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ നെയിമിംഗ് ദ കൺസേൺഡ് റേഞ്ചസ് m_salary. ആ ഒരു റേഞ്ച് ഓഫ് സെൽസിന് m_salary എന്ന പേര് കൊടുത്തിട്ട് നമ്മൾ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസിക്കൽ ടു സം എൻ്റർ ചെയ്യുക. നമ്മൾ ആ റേഞ്ച് ഓഫ് സെൽസിന് കൊടുത്ത പേരെന്താണ്? m_salary എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ പേര് അവിടെ കൊടുക്കുക. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷനും അതിൻ്റെ സിൻറ്റാക്സിൽ വരുന്ന ആ ഫോർമുല എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഈ ഫോർമുല നമ്മൾക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൻസർ മാത്രമേ കാണുള്ളൂ. ഇവിടെ 4,80,000 ഇവിടെയും അതിൽ കൊടുത്തിരിക്കുന്ന ഫോർമുല നമുക്ക് മുകളിലുള്ള ഫോർമുല ബാറിലും കാണാൻ പറ്റും. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടന്മാരുടെ മാത്രം ടോട്ടൽ സാലറി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടന്മാരുടെ മാത്രം ടോട്ടൽ സാലറി കാണാൻ പറഞ്ഞാൽ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ആരുടെയും സാലറി ഇവിടെ കാണണ്ട. അപ്പോൾ നമ്മൾ ആദ്യമേ ആ കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് അവരുടെ സാലറിയുടെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് സമ്മിഫ് എന്ന് പറയുന്ന ഫങ്ഷൻ. സമ്മിഫ്
ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് കിട്ടും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് സെല്ലുകളിലാണ് നമ്മളുടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സെർച്ച് ചെയ്യാനുള്ളത്, ആ സെല്ലുകളുടെ റേഞ്ചാണ് ഇവിടെ നമ്മൾ കൊടുക്കാനുള്ളത്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഇവിടെയാണ് കൊടുക്കാനുള്ളത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഏത് സെല്ലുകളുടെ സമ്മാണ് എടുക്കാനുള്ളത് അതിൻ്റെ റേഞ്ച് ഓഫ് സെൽസാണ് ഈ സം റേഞ്ചിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസിക്കൽ ടു സം ഇഫ് ആദ്യം റേഞ്ച് കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ എവിടം തൊട്ട് എവിടം വരെയുള്ള സെല്ലുകളിലാണ് കിടക്കുന്നത്. അത് V2 മുതൽ V7 വരെയാണ്. നമ്മളത് കൊടുത്ത് കോമ കൊടുത്തു. നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു. എന്ത് കൊടുക്കുക? അക്കൗണ്ടന്മാരാണോ എന്ന് ചെക്ക് ചെയ്യണം. സ്മോളും ക്യാപിറ്റലും കൊടുത്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം അവിടെ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ നിന്ന് സ്മോൾ കൊടുത്ത് നോക്കാം. സോറി, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന അത്രയും ആൽഫബറ്റ്സേ ഇവിടെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ അക്കൗണ്ടൻ്റ് എന്ന് നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ACCT എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. അക്കൗണ്ടൻ്റ് സെർച്ച് ചെയ്ത് ഡെസിഗ്നേഷൻ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നമ്മൾ ഏത് സെല്ലുകളാണ് ആഡ് ചെയ്യാനുള്ളത്? മന്ത്ലി സാലറി എന്ന സെല്ലുകളാണ് ആഡ് ചെയ്യാനുള്ളത്. അതിനൊന്നുകിൽ നമുക്ക് C2 മുതൽ C7 എന്ന് കൊടുക്കാം. കാരണം ആ സെല്ലുകളിലായിരിക്കും എന്ത് വരുന്നത്? ഇവരുടെ സാലറി വരുന്നത്. അല്ല എങ്കിൽ നമ്മളിവിടെ ആ റേഞ്ച് ഓഫ് സെൽസിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. M_salary. ആ സെൽ റേഞ്ച് അങ്ങ് മാറ്റുകയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അക്കൗണ്ടന്മാരുടെ മാത്രം സാലറി കിട്ടി. എത്രയെന്ന് കിട്ടി? 1 lakh എന്ന് കിട്ടി. 50,000 + 50,000. അടുത്ത നെക്സ്റ്റ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് മറ്റൊരു ഡാറ്റ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നിരിക്കുന്നത് മന്ത്ലി സാലറിയാണ്, നമ്മൾ പേരാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം സാധാരണ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യും പോലെ ഈസിക്കൽ ടു ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ സിൻടാക്സ് വരുന്നുണ്ട്. സെർച്ച് ക്രൈറ്റീരിയൻ, സെർച്ച് വെക്റ്റർ, റിസൾട്ട് വെക്റ്റർ. സെർച്ച് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് എന്താണ്? 70,000 രൂപയാണ് നമ്മൾക്ക് സെർച്ച് നമ്മുടെ കൈവശമുള്ള ഡാറ്റ. അതാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത്. ഇനി ഈ 70,000 രൂപ എവിടെ, ഏത് സെൽ റേഞ്ചിലാണ് കിടക്കുന്നതെന്ന് കൊടുക്കുക. ഏത് സെൽ റേഞ്ചിലാണ് കിടക്കുക? C2 മുതൽ C7 വരെയുള്ള സെൽ റേഞ്ചാണ്. ഒന്നുകിൽ നമുക്ക് ആ റേഞ്ച് ഓഫ് സെല്ല് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ M_salary എന്ന പേര് കൊടുക്കുക. അവിടെ സെർച്ച് ചെയ്തിട്ട് ആൻസർ കിടക്കുന്ന സെൽ റേഞ്ച് ഏതാണ്? A2 മുതൽ A7 വരെയുള്ള സെൽ റേഞ്ചിൽ ഈ 70,000 രൂപയുള്ള ആളുടെ പേര് എവിടെയാണോ കിടക്കുന്നത് ആ റേഞ്ച് ഓഫ് സെൽസാണ് നമ്മളിവിടെ ലാസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്ന സെൽ റേഞ്ച് ലാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ക്ലോസ് ചെയ്യുക? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ 70,000 രൂപ സാലറി ഉള്ള ആളുടെ പേര് കിട്ടി. എന്തെന്ന് കിട്ടുന്നു? ബീനെന്ന് കിട്ടുന്നു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ടോട്ടൽ സാലറി, നെക്സ്റ്റ് സാലറി ഓഫ് അക്കൗണ്ടൻസ്, നെക്സ്റ്റ് നെയിം ഓഫ് എംപ്ലോയി, വിത്ത് മന്ത്ലി സാലറി 70,000, ഈ സെല്ല് ഒന്ന് വലുതാക്കി കൊടുത്താൽ നമുക്കത് മുഴുവനും കാണാൻ സാധിക്കും. എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഫോണ്ടിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റും.
നമ്മളവിടെ നെയിം ഓഫ് റേഞ്ച് കൊടുക്കുമ്പോൾ അവിടെ ക്യാപിറ്റൽ കൊടുത്തത് കൊണ്ട് നമ്മളിവിടെ സ്മോൾ കൊടുത്താലും അത് തനിയെ ക്യാപിറ്റലായിട്ട് മാറി വന്നോളും.